ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. അവരുടെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ മുഖം ഓർത്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികമാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളാണ്. അതിപ്പോൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ഒരു മെൻ്റൽ സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കെയർ ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, അഫെക്ഷൻ എല്ലാം നിങ്ങളാണ് വളരെ കാര്യമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഡൊമിനേറ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് മുൻകൈ എടുത്തിട്ടുള്ളത് ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും. അതായത് നിങ്ങളെ അവർ സ്വന്തമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഒരാളായിരിക്കും അതിനകത്ത് എപ്പോഴും കൂടുതൽ എഫേർട്ട് ഇട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മുൻകൈ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെ മുൻകൈ എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളതും നിങ്ങളെ സ്വന്തമാക്കിയിട്ടുള്ളതും ഈ ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതൽ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യവും ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു സമയത്ത് എന്തൊക്കെയാണോ അതിനു വേണ്ടി ചെയ്യേണ്ടത് അത് മുഴുവൻ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത്രയധികം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തതായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപ് ഈ ഒരു വ്യക്തിയെ വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമയോ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അവരുടെ ലൈഫിൽ ഏറ്റവും അവർ സഫർ ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം, ഇപ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും അത് മറ്റൊരു റിലേഷൻഷിപ്പായെന്നും വരാം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഹീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരാനായിട്ട് അവരെ സഹായിച്ചത് നിങ്ങളാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റാരും കൊടുക്കാത്ത അത്രയും ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ ഒരു കരുതലോ എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം ഈ പേഴ്സണ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചിലവർ സെപ്പറേഷനിൽ നിൽക്കുന്നവരായിരിക്കാം, തീർത്തും നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലും നിങ്ങൾക്ക് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് അവരുടെ ലൈഫിൽ ഒരാളില്ല എന്നുള്ളതാണ്. അവരുടെ ഒപ്പം ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, ഈവൻ അവരുടെ ഒരു പേരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആരിൽ നിന്നും കിട്ടാത്ത അത്രയും ഒരു സ്നേഹം, അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ അഡിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നിങ്ങളെ ഉപേക്ഷിച്ച് കളയാനായിട്ട് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയാത്ത ഒരു സമയം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം എന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്, പക്ഷേ അവരത്രയും സ്ട്രോങ് ആൻഡ് ഡെഡിക്കേറ്റഡ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവരില്ല എന്നുള്ളൊരവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിലോ ഒക്കെ അത്രയധികം ഒരു അഡിക്ഷൻ പോലെയായിരുന്നു. അവർക്ക് അതിൽ നിന്ന് വിട്ടു മാറിപ്പോവാൻ കഴിയാത്തൊരു കാലഘട്ടം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമായിരിക്കണം എന്നില്ല. ഇത്രയും തീവ്രമായിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിരഹം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ടുന്നൊരവസ്ഥ ഇതിനു മുൻപും നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇതിന് മുൻപ് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ അല്ലെങ്കിൽ വഴക്കുകൾ, സെപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു ടൈമിൽ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് ആ ഒരു ഇൻസിഡൻറ്റിൽ വേദനിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. ചിലപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ അത്രത്തോളം അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇവരായിട്ട് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉള്ളത് കാരണം നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ സെപ്പറേഷനോ അത്ര കാര്യമായിട്ട് എടുക്കണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിലും എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നിലേക്ക് തന്നെ വരും എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു സെപ്പറേഷനുള്ളൊരു കാരണം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളവിടെ ഈ ഒരു പേഴ്സൻ്റെ അത്രയും വിഷമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ അത്രയും ഒരു ലോ എനർജിയിലേക്ക് ആ ഒരു സമയം പോയിട്ടുണ്ടാവാനുള്ളൊരു സാധ്യതയില്ല. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ അത്രത്തോളം വേദനിച്ചിരിക്കുന്ന ഒരവസരം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രോമയിലൊക്കെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ മറ്റൊരാളുടെ ഒരു സപ്പോർട്ട് എല്ലാവരും പ്രതീക്ഷിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു സപ്പോർട്ട് തന്ന്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ റിക്കവർ ആവാൻ സഹായിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ടൈമിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു ഡിവൈൻ ഫീലിംഗ് തോന്നും ആ ഒരു പേഴ്സണോട്. അല്ലെങ്കിൽ ഇവരില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇത് ഓവർകം ചെയ്ത് വന്നേനെ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അത്രയധികം അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയധികം നിങ്ങളെ മനസ്സിനകത്ത് കൊണ്ടു നടന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇതിന് മുൻപുള്ള ഒരു സെപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ എന്തോ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് പിടിച്ചു കുലുക്കിയിട്ടുള്ളത് ഈ ഒരു വ്യക്തിയെ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ പാച്ചപ്പായി വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു ഇൻസിഡൻറ്റ് വീണ്ടും ഒരു മുറിവുണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ആ ഒരു വിഷമവും കാര്യങ്ങളും ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അല്ലെങ്കിൽ അവർക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളൊരു വിഷമത്തിൽ നിന്ന് കൈപിടിച്ച് കൊണ്ടുവരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിച്ചൊരു വ്യക്തിയിൽ നിന്ന് ഉള്ള ഒരു പിണക്കമോ അല്ലെങ്കിൽ ഒരു അകൽച്ചയോ ഒക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തകർന്നു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് ഒരു ട്രോമ പോലെ അവരുടെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം അവർ അന്നേ മനസ്സിലാക്കിയതാണെന്നുള്ളത് പറയാം. അല്ലെങ്കിൽ നിങ്ങളിൽ ഇത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നോ എന്ന് പോലും ആ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈമിലായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അതിനുശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങൾ പാച്ചപ്പ് ആയതിനു ശേഷം തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കാം ഒരു സേഫ് ഡിസ്റ്റൻസ് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അവർ അത്രമേൽ നിങ്ങളിലേക്കുള്ള ആ ഒരു അഡിക്ഷനും കാര്യങ്ങളെല്ലാം ഒന്ന് കുറച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത് ആർക്കാണ് ഈ ഒരു റീഡിങ് കൂടുതൽ മാച്ച് ആവുക എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ അധികം ആളുകൾക്ക് മാച്ച് ആവണമെന്നില്ല. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ചിന്താഗതിയും കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായാലും സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിന് മുൻപ് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെയുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇത്രയും ഭീകരമല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരകൽച്ചയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് കൂടുതലായിട്ട് വേദനിച്ചിരുന്നതും വിഷമിച്ചതും ഈ ഒരു പേഴ്സണായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് അവർക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള ഒരു പ്രഷർ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു പേഴ്സൺ അത്രയധികം ഒരു വിഷമത്തിലേക്ക് പോകാതിരിക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഇൻറ്റിമസി കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിലും അധികമായിട്ട് വിഷമിക്കേണ്ടതായിട്ട് വരും എന്നുള്ള അവരുടെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റൊക്കെ കാരണമായിരിക്കാം പതിയെ പതിയെ അത്രയും ആ ഒരു അഡിക്ഷൻ അവർ നിങ്ങളിൽ നിന്ന് കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം ഇവർക്ക് ഇപ്പോൾ പഴയ സ്നേഹമില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ പഴയ അത്രയും ഇവരെന്തുകൊണ്ട് ആ ഒരു വൈബ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല. കാരണം ഈ ഒരു വ്യക്തിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും മനഃപൂർവ്വമായിട്ട് അവർ ആ ഒരു ഭയങ്കരമായിട്ട് നിങ്ങളിലേക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന എനർജി കുറയ്ക്കാനായിട്ട് ശ്രമിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ പലർക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ചിലർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളോ, അല്ലെങ്കിൽ ഒരു നമ്മളുടെ പാർട്ട്ണറിന് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുന്നൊരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഇതിനകത്ത് ഉണ്ടാവുന്നത്. എന്നാൽ ഇതേ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പാർട്ട്ണറെ കൊണ്ട് തന്നെ വിഷമങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരും പാർട്ട്നേഴ്സിനെ കൊണ്ട് സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വിഷമവും അനുഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം.
എന്നാൽ കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്കും ഇതേപോലെയുള്ളൊരു ഫീലിംഗ് അനുഭവപ്പെടുന്നതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു കണക്ഷൻ സാധാരണമായിട്ടുള്ളതല്ല, എന്തൊക്കെയോ പ്രത്യേകതകൾ ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു തോന്നൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുണ്ട്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുൻപുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കും ആദ്യത്തെ ഒരു ട്രോമ അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ അവർക്ക് റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് അവരുടെ മൈൻഡ് സ്റ്റേബിളാക്കി കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ട് വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ സെൽഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങളുമായിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് വേണമെങ്കിൽ ഒരു ടവർ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയധികം നിങ്ങളെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള അത്രയും ഒരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് കടന്നു വന്നൊരു കാര്യമായിരിക്കാം. വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം ഇതുപോലെയുള്ളൊരു സെപ്പറേഷനോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അവർ അത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്ത് ചെയ്യുകയാണ് എന്ന് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തൊരവസ്ഥയായിരിക്കും. എങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത് അത്രയധികം നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ ഫീലിങ്സും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അവർക്കത് നിങ്ങളോട് പ്രകടിപ്പിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രൂ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങളോട് പറയാനോ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കാം ഈ ഒരു വ്യക്തിയുള്ളത്. ഒരുപാട് സ്നേഹം കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്ത് നമ്മുടെ മനസ്സിനകത്ത് തന്നെ വെക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. എല്ലായ്പ്പോഴും നമുക്ക് സ്നേഹവും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. ചിലപ്പോൾ അതിന് സാഹചര്യങ്ങൾ അനുവദിച്ചെന്ന് വരില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീനായിട്ട് മറ്റ് വ്യക്തികളുണ്ടെങ്കിൽ അത് സമ്മതിച്ചെന്ന് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹവും കാര്യങ്ങളും ഉണ്ടായിട്ടും ഇവർക്കൊന്നും ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ ഒരു കല്ല് പോലെയൊക്കെ ഇരിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ കണ്ണടച്ചിരിട്ടാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലൂടെ ആയിരിക്കും വേണമെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മാറിയാലോ, അതായത് അവരുടെ ഒരു ചിന്താഗതി കൊണ്ട് തന്നെ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇറങ്ങിപ്പോയാലോ എന്ന് പോലും ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് അവർ ഒരുപാട് മനസ്സുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അത്രയധികം അവർക്ക് ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ എന്നിട്ടും അവർക്ക് പറ്റുന്നില്ല. അവർ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഇതിലേക്ക് വരികയാണ്. വേണമെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ അത്രയധികം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും എൻ്റെ ഹെൽത്തിന് വരെ ഇത് മോശമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സുകൊണ്ട് ഇനി ഇത് ഉപേക്ഷിച്ചാലോ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നിങ്ങളും പോയിട്ടുണ്ടാവാം, പലതവണ പോയിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സ് വിചാരിച്ച പോലെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടുണ്ടാവണമെന്നില്ല, വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടാവും. ഈ ഒരു പേഴ്സണെ മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൂടുതലായിട്ടും അവരുടെ മുഖം തെളിഞ്ഞു വരുന്നൊരവസ്ഥയായിരിക്കും. ഇൻ ദ സെയിം വേ ഇത് തന്നെയാണ് ഈ ഒരു പേഴ്സണും സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇത് വേണ്ടെന്ന് വെച്ചാലോ, അല്ലെങ്കിൽ നിങ്ങളോടിപ്പോൾ അവർ ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് അത് ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു ഇമോഷൻസിലാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ യഥാർത്ഥമായിട്ട് മനസ്സുകൊണ്ടും ആ ഒരു തീരുമാനം എടുത്ത് പോകാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ എത്രമാത്രം അഡിക്റ്റാണ് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ എത്രമാത്രം അഡിക്റ്റ് ആണെന്നുള്ളത് അവർ ഇതിന് മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു സെപ്പറേഷനിലായിരിക്കും. ഇതിലായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എത്ര ആഴത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഊരിപ്പോരാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ ഇതിനകത്ത് വീണിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു സെപ്പറേഷനിലായിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തി വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനകത്തെല്ലാം നല്ല രീതിയിൽ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും അവർ ഫോക്കസ് ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും അവർ ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളിൽ മാത്രമാണ് ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴുള്ളൊരു ഫോക്കസ് എന്നുള്ളത് തന്നെ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ എത്രമാത്രം ശ്രമിക്കുന്നുണ്ടോ, ഇത് തിരിച്ചത് പഴയ രീതിയിലേക്ക് ആവണമെന്ന് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ, ഇതേ കാര്യങ്ങളെല്ലാം നിങ്ങളെപ്പോലെ തന്നെ മറുവശത്ത് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് അപ്പുറത്തുള്ളത്. ഒരിക്കലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതൊരു കാര്യം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി വേണ്ട എന്ന് വെച്ചിട്ട് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഒരുമിച്ചില്ലാത്തൊരു സാഹചര്യം ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു മുറിവ് അവരുടെ മനസ്സിനകത്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്.
അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരിക്കാം, വളരെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ നല്ല രീതിയിൽ മെച്യൂർ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ മാനസികമായിട്ട് ആ ഒരു വ്യക്തി അവരുടെ ഏജ് ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു പക്വത കൈവരിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ട്രോമാസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ഒരുപാട് ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ള എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്ന് വീണതോ അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതോ എന്ത് സംഭവങ്ങളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിലും നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജിയല്ല. തീർച്ചയായിട്ടും ഒരു കാരണവശാലും നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ നേരത്തേക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ അവരതിനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതായത് ഈ ഒരു വ്യക്തിക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടായേ പറ്റൂ എന്നുള്ള ആ ഒരു ധാരണ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞു, പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളിൽ അഡിക്റ്റ് ആയതുപോലെ അവർക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ട് നിങ്ങൾക്കുള്ള ഒരു സെപ്പറേഷന് മുൻപോ ഒക്കെ അവർ ഒരു ഡിസ്റ്റൻസ് ഇട്ടതുപോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു രീതിയിൽ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. കാരണം അവരുടെ മനസ്സുകൊണ്ട് അങ്ങനെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ തന്നെ വേദനിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോഴുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കാലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വളരെ ശൂന്യമായി പോകും. അല്ലെങ്കിൽ ഒരു തരത്തിലും അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത്. അതൊരു അഡിക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു പാർട്ടാണ് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനോടകം തന്നെ നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ഇത്രയധികം നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു സെപ്പറേഷനിൽ നിന്നായിരിക്കും. അപ്പോൾ അവരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും വളരെ ശൂന്യമാണ്. അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കിട്ടിയാലും ആരൊക്കെ വന്നു കഴിഞ്ഞാലും ഒരിക്കലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങളും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുമെന്നുള്ളതാണ്. കാരണം അവരുടെ ലൈഫിലേക്ക് അവർക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നേ മതിയാവുള്ളൂ. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സ്പിരിച്വലി കണക്റ്റഡ് ആണ് ആ ഒരു പേഴ്സൺ. ഇപ്പോൾ നേരത്തെ അത്രയധികം ചിലപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയിലൂടെയൊക്കെ പോകാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും കൂടി അവർ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഡിവൈൻ കണക്ഷൻ ആണെന്നോ അവർ മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്നില്ല ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നതും ഇങ്ങനെയുള്ള പുതിയ നോളേജ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കും. കാരണം അവരുടെ ലൈഫിൽ നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഇൻകംപ്ലീറ്റ് ആണ്. ഇൻ ദ സെയിം വേ നിങ്ങളും. അത് മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്ത് പോകേണ്ട ഒന്നല്ല. ഇനിയും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ക്രോസ് റോഡിൽ വെച്ച് വീണ്ടും മീറ്റ് ചെയ്യേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ വേണ്ടെന്ന് വെക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നോ ഒന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. അവരെല്ലാ തരത്തിലും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞൊരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മെച്യൂർ എനർജിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അവർക്ക് തന്നെ നല്ലൊരു തിരിച്ചറിവുണ്ട് നിങ്ങളുണ്ടെന്നുണ്ടെങ്കിലേ അവർക്ക് ഒരു പൂർണ്ണതയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടുന്ന ആക്ഷൻ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ എടുക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവരായിട്ട് തന്നെ നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളുടെ ലൈഫിൽ ഒരു വിക്ടറി വേണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു വിക്ടറിയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഇൻ ദ നിയർ ഫ്യൂച്ചർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും ഒരു റീകൺസിലേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ഈ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷൻസൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയും അത്രത്തോളം പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങളുടെ എനർജി ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.